ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിടും. മോട്ടിവേഷൻ വീഡിയോ ആണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇടാൻ പറഞ്ഞപ്പോൾ ഹെയർ ഡൈ ഇട്ടപ്പോൾ ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായി. ശരിക്കും പറഞ്ഞ ഒരു 10-20 പേർക്ക് ഇപ്പം മെസ്സേജ് കൊടുത്തിട്ടാണ്, അവരുമായിട്ട് എന്താ പറയുക, സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേഗം ധൃതി പിടിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം വിളിച്ചവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവർ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, എന്നാലും നന്നായിട്ട് സത്യസന്ധമായിട്ടുള്ളതാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്നാൽ പിന്നെ എൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഇതിലൂടെ തന്നെ അറിയിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്കിന്നിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ സ്കിന്നിൻ്റെ ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സോപ്പാണ്. അലോവേറ ഗ്ലിസറിൻ സോപ്പാണ്. ആ ഒരു സോപ്പ് മാത്രമേ ഞാൻ ഈ സ്കിന്നിൽ ഉപയോഗിക്കുന്നുള്ളൂ. പണ്ട് ഞാൻ ഒരു കോസ്മെറ്റിക്സും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് പറഞ്ഞു മടുത്തോ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. 58 വയസ്സാണ്, പക്ഷേ ഈ ഫെബ്രുവരി വരുമ്പോൾ 59 കേട്ടോ. ഇപ്പോൾ 2 വർഷം കൂടി വേണ്ട, 1 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആയി. അപ്പോൾ എന്നാലും ആൾക്കാർ പറയും, ഞാൻ എന്നെ തന്നെ പുകഴ്ത്താണെന്നൊന്നും പറയരുത്. പക്ഷേ എന്നെപ്പറ്റി എനിക്ക് സന്തോഷമാണ്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നാൻ കാരണം ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. അതിനുവേണ്ടിയൊന്നും സമയം കണ്ടെത്താറില്ല. എന്നാലും എൻ്റെ മനസ്സാണ് എന്നെ കെയർ ചെയ്യിക്കുന്നത്. അതായത് ഞാൻ ഈ കാണുന്ന പരസ്യങ്ങളിലോ ഒന്നിലും ഞാൻ പോകാറില്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് വാങ്ങാം, അതിനുള്ള കാശൊക്കെ എൻ്റെ ഹസ്ബൻഡ് തരും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ തന്നെ ഉണ്ടാക്കി എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഞാൻ ഒരുപാട് ഏത് കാര്യത്തിലും എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താണ് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ അത് ബാക്കിയുള്ളവർക്കും ഞാൻ കാണിച്ചു കൊടുക്കുക. എൻ്റെ മനസ്സങ്ങനെയാണ്. ബാക്കിയുള്ളവരും എന്നെപ്പോലെ ആകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്, നീട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഹെയർ ഡൈ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായപ്പോൾ ഞാൻ വിചാരിച്ചു അലോവേറ ഗ്ലിസറിൻ സോപ്പ്, അതായത് 99% ഇതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ്. ഈ വെളിച്ചെണ്ണയുടെ വില കൂടിയാലും ഈ സോപ്പിനൊന്നും ഞാൻ വില കൂട്ടിയിട്ടേ ഇല്ല. ഇത് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ള, നിങ്ങളോട് സത്യമായിട്ട് പറയുന്നതാണ്, വെളിച്ചെണ്ണ പ്യുവറായിട്ടുള്ള 98% വെളിച്ചെണ്ണയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഗ്ലിസറിനും അലോവേറ അങ്ങനെ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ സോപ്പ് ബേസും. അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഇതിൻ്റെ ഒരൊറ്റ സോപ്പ് മതി നിങ്ങൾക്ക് തലയിലും മുഖത്തും ബോഡിയിലും ഒക്കെ തേച്ച് കുളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തലയിൽ തേക്കുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും. എൻ്റെ തലയിൽ ഞാൻ ഡെയിലി തേച്ച് കുളിക്കുന്നതാണ് കേട്ടോ. എണ്ണ തേച്ചില്ലെങ്കിലും, എണ്ണ തേച്ചാലും ചകിരി പോലെയൊന്നും ആകില്ല. ആൾക്കാർ പറയും സോപ്പ് തേച്ച് കഴിഞ്ഞാൽ ചകിരി പോലെ. ആ സോപ്പ് വേറെ, ഇത് മോയ്സ്ചറൈസിങ് സോപ്പാണ് ഗ്ലിസറിൻ. അപ്പോൾ മുടി വളരും. തലയുടെ കാര്യം പറയാം, ഈ ഒറ്റ സോപ്പിൽ. പിന്നെ നിങ്ങൾക്ക് ഫേസ് വാഷ് ഒന്നും വേണ്ട, മോയ്സ്ചറൈസർ ഒന്നും വേണ്ട, ഈ സോപ്പ് തന്നെ മതി. ഞാൻ തന്നെ ഇപ്പോൾ ഈ സോപ്പിൽ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് എപ്പോഴും കുട്ടിക്കാലം മുതൽ ഞാൻ പൗഡർ ലൈറ്റായിട്ട് ഇട്ടിട്ട് ഞാനത് തുണി കൊണ്ട് തുടച്ച് കളയും. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും എന്തിനാണ് പിന്നെ പൗഡർ ഇടുന്നതെന്ന്. പക്ഷെ അത് എനിക്ക് എന്തോ അങ്ങനെ ഒരിത്, എനിക്ക് ഓയിലി സ്കിന്നാണ്. അപ്പോൾ എണ്ണമയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പൗഡർ ലൈറ്റായിട്ട് ഇട്ടിട്ട് തുണി കൊണ്ട് ഒരുപാടല്ല, ലൈറ്റായിട്ട് തുടച്ച് കളയാം കേട്ടോ. അപ്പോൾ ഈ സോപ്പ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ക്രീമുകളൊന്നും യൂസ് ചെയ്യാറില്ല. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തിട്ടുള്ള ക്രീമുകൾ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ, ഞാനത് കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് മോയ്സ്ചറൈസിങ് സോപ്പാണ്. അതായത് വെളിച്ചെണ്ണ നമുക്ക് ദേഹത്തിന് നല്ലതല്ലേ. അപ്പോൾ അലോവേറ പൾപ്പ് എല്ലാം, ഗ്ലിസറിൻ എല്ലാം നല്ലതല്ലേ. അപ്പോൾ നല്ല മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഇത് ജനിച്ച കുട്ടികൾക്ക് വരെ ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. മുതിർന്നവർ വരെ, ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണിത് കേട്ടോ. ഒരിച്ചിലൊന്നും ഉണ്ടായില്ല, പിഗ്മെൻറ്റേഷൻ ഉണ്ടായില്ല, ബ്ലാക്ക് സ്പോട്ടുകളൊന്നും ഉണ്ടായില്ല. ഈ കാക്കപ്പുള്ളിയൊന്നും പോവില്ല, പക്ഷെ ലൈറ്റായിട്ട് കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്ത പിഗ്മെൻറ്റേഷൻ, കറുത്തപാടുകൾ അങ്ങനെ എല്ലാം പോകും കേട്ടോ. നല്ല ഫ്രഷായിരിക്കും, ബ്രൈറ്റായിരിക്കും, ഫെയർനെസ് ആയിരിക്കും. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കിത് സെയിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരുപാട് പേര് അറിഞ്ഞ് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളവർക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വിറ്റിട്ടൊന്നും എനിക്ക് പ്രൊഡക്റ്റ് ഇതാകാൻ ആവശ്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ എല്ലാവരും ആകണം. 4 പേരും, എത്രയോ പേര് അല്ലേ,
മുടിക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള കെമിക്കൽ സോപ്പ് ഒരുപാട് വില കൊടുത്ത് തലയ്ക്ക് ഹെയർ ഡൈ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് റീസണബിൾ റേറ്റിൽ തന്നെ നമുക്ക് സുന്ദരന്മാരും, ഞാൻ കളിയാക്കുന്ന അല്ല കേട്ടോ, നമുക്ക് തന്നെ നമ്മളൊരു ഭംഗിയുള്ളത് തോന്നുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലേ. ഇപ്പോൾ തലയിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നരച്ച മുടി ഇങ്ങനെ ഒരു കളർ വേണമെന്ന് പറയുന്നത്? നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം അങ്ങനെ ചെയ്യുന്നത് അല്ലേ. അത് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നല്ലൊരു നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇനിയും ഫേസ് പാക്ക്, പിന്നെയും ഇത് ഞാൻ ഹെയർ ഡൈ എന്നല്ല ഞാൻ പറയുന്നത്, നേരത്തെ ഇട്ട വീഡിയോയിൽ ഹെയർ പാക്ക്. അതായത് അതിന് ഈ ഹെന്ന പോലെ നിങ്ങൾ പറയില്ലേ, പാർലറിലൊക്കെ പോയി ഹെന്ന ചെയ്യില്ലേ, അപ്പോൾ അത് ഹെന്ന എന്ന് പറയുന്നത് മൈലാഞ്ചിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ്. അതിൽ മൈലാഞ്ചിപ്പൊടിയേ ഇല്ല കേട്ടോ. പനിക്കുർക്ക, കറുവേപ്പില, അങ്ങനെ നീലയാമരി, അങ്ങനെയുള്ള സാധനങ്ങൾ, ബീട്രൂട്ടിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഹെയർ പാക്ക് എന്നാണ് പറയുന്നത്, പക്ഷേ ഹെയർ ഡൈ പോലെയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ മറ്റേതും എൻ്റെ ഹെയർ ഡൈ ആയിട്ടുണ്ട്, അതിൽ കെമിക്കലൊന്നുമില്ല, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് നമുക്ക് ഡെയിലി കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കെമിക്കൽ ഡൈയിലൊക്കെ ഒരുപാട് അവർ ചേർക്കുന്നത്, അതൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇത് വളരെ നേർമയായിട്ട്, പക്ഷെ അതൊന്നും സംഭവിക്കില്ല. അത് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് വിടുക. അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം. അപ്പം ഇത് ഞാൻ ബേബി ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പ്രസവിച്ചിട്ടൊക്കെ പോകുന്നവർക്ക് ഗിഫ്റ്റ് പാക്കായിട്ടൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ജനിച്ച കുട്ടികൾ മുതൽ. ഞാൻ ഒന്ന് പറയാൻ വിട്ടുപോയി, ആണുങ്ങൾക്കും ഇത് ഞാൻ സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക്, ലേഡീസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ജെൻസിനും വേണ്ടിയിട്ടാണ്. ജെൻസിനും ആ ഹെയർ ഡേ ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ പാക്ക് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് എല്ലാം ജെൻസിനും ലേഡീസിനും മാത്രമായിട്ടുള്ളതാണ്. ഈ സെപ്പറേറ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതും നല്ല ഫെയർ ആകും കേട്ടോ. നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടാകും. പിഗ്മെൻറ്റേഷനൊക്കെ പോകും കേട്ടോ. നമ്മൾ വെയിലത്തൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് കയ്യും ഇതൊക്കെ ഉണ്ടായില്ലേ, ആ കളറൊക്കെ മാറിക്കിട്ടും ഡെയിലി യൂസ് ചെയ്ത്. ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം അറിയാം. അപ്പോൾ ഇത് വേണ്ടവർ, ഇത് 2 കളറിലാണ്. സോപ്പ് ബേസിനനുസരിച്ചാണ് കളർ വ്യത്യാസം വരുന്നത് കേട്ടോ. സോപ്പ് ബേസ് ചിലപ്പോൾ ലൈറ്റ് കളറായിട്ട് വരുമ്പോൾ ലൈറ്റ് സോപ്പായിരിക്കും. അതിലൊന്നും തെറ്റിദ്ധരിക്കരുത്. മാഡം ഒരിക്കൽ അയച്ചു തന്നപ്പോൾ ഇങ്ങനെ, വേറൊരിക്കൽ അങ്ങനെയല്ല. 2 ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ലൈറ്റ് കളറ്, പിന്നെ ഒന്ന് ഡാർക്ക് കളറാണ്. അതായത് നമ്മൾ സോപ്പ് ബേസിനനുസരിച്ചാണ്, കളറിനനുസരിച്ചാണ് ഇത് കണ്ടോ. ഡാർക്ക്, രണ്ടും ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇത് 3 എണ്ണം, ഇങ്ങനത്തെ 3 സോപ്പ് 110 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. അയച്ചു തരുന്നത് ഇങ്ങനെ ഒരു ബോക്സിൽ 3 സോപ്പാണ് കേട്ടോ. 2, 3 സോപ്പാണ് അയച്ചു തരുന്നത് വേണ്ടവർക്ക്. അപ്പോൾ അടുത്ത ഉള്ളവർക്ക് കൊറിയറായിട്ട് അയക്കുകയാണെങ്കിൽ 150 രൂപയാണ്, 150. അപ്പോൾ അല്ലാതെ ഉള്ളവർക്ക് 110, 110 കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ബോക്സിലാണ് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നത്. വേണ്ടവർ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ സെയിൽ ചെയ്യാനൊന്നുമല്ല, നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ നാച്ചുറലായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഫലവും കിട്ടാത്ത ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നീണ്ടു പോകുന്നുണ്ട്. നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അതിലൂടെയൊക്കെ വാട്സപ്പ് നമ്പറിലൂടെയൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.